Good morning, everyone. Today we will do some more numerical problems in kinematics. Here is the first question. A stone is dropped from the top of a tower 60-meter high. At the same time, another stone is thrown upwards from the foot of the tower with a velocity of 30 meters per second. When and where the two stones will cross each other? ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഒരു ടവർ ഉണ്ട്, ടവറിന് 60 മീറ്റർ ആണ് ഹൈറ്റ്. അതിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നു. അതേസമയം തന്നെ താഴെ നിന്ന് മുകളിലേക്ക് വേറൊരു സ്റ്റോൺ എറിയുന്നു. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഇത് രണ്ടും ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്രോസ് ചെയ്യും അല്ലേ. അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് എറിയുന്നതിൻ്റെ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞ് ഏത് പൊസിഷനിൽ വെച്ച് ഈ രണ്ട് സ്റ്റോൺസും ക്രോസ് ചെയ്യും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ യു ഹാവ് എ ടവർ ഓഫ് ഹൈറ്റ് h 60 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടവറിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു സ്റ്റോൺ താഴേക്ക് പോകുന്നു, താഴെ നിന്ന് ഒരു സ്റ്റോൺ മുകളിലേക്ക് വരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് എക്സ് മീറ്റർ താഴേക്ക് എത്തുമ്പോഴത്തേന് അവർ ക്രോസ് ചെയ്യുമെന്നിരിക്കട്ടെ. ഓക്കെ, സോ ദിസ് ഹൈറ്റ് ഇസ് എക്സ്. അപ്പോൾ സ്വാഭാവികമായും താഴെ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് എത്രയായിരിക്കും? 60 മൈനസ് എക്സ്. അപ്പോൾ ഈ പൊസിഷനിലാണ് അവർ മീറ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. ലെറ്റ് ടി ബി ദ ടൈം ആഫ്റ്റർ വിച്ച് ദ ടു സ്റ്റോൺസ് വിൽ മീറ്റ്. അപ്പോൾ ഇവിടുന്ന് എറിയുന്നു, ഇവിടുന്നും എറിയുന്നു. ഇവിടുന്ന് താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത്, ഇവിടുന്ന് മുകളിലേക്ക് എറിയുന്നു. അപ്പോൾ ഇത് രണ്ടും ക്രോസ് ചെയ്യുന്ന സമയം ടി സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് അവർ മീറ്റ് ചെയ്യുന്നത് എന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റോൺ കൺസിഡർ ചെയ്യാം, വിച്ച് ഇസ് ത്രോൺ ഫ്രം ദ ടോപ്പ്. അത് ഇവിടം തൊട്ട് ഈ മീറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് മീറ്റർ ആണ്. അതിനെടുക്കുന്ന സമയം ടി ആണ്. ആ സ്റ്റോണിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. നമ്മുടെ കയ്യിൽ പിടിച്ചേക്കുമായിരുന്നു, അതിനെ താഴോട്ട് ഇടുകയാണ് ചെയ്തത്. സോ ഇനീഷ്യൽ വെലോസിറ്റി 0 ആൻഡ് ആക്സലറേഷൻ വിൽ ബി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിറ്റ് ഇസ് ജി. അപ്പോൾ നമുക്ക് നമ്മുടെ ബേസിക് ഇക്വേഷൻ ഉണ്ട്, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ആ ഇക്വേഷനിൽ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എസ്സിനും യുക്കും ഉള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എസ് ഇസ് എക്സ് and u is 0. So x is equal to 0 into t plus half into 9.81 into t square. That is x is equal to 4.905 t square എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റോൺ കൺസിഡർ ചെയ്യാം, താഴെ നിന്ന് മുകളിലേക്ക് എറിഞ്ഞ സ്റ്റോൺ. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 മൈനസ് എക്സ് ആണ്. അതിനെടുത്ത സമയം സെയിം ടൈം ടി തന്നെയാണ് അല്ലേ. മുകളിൽ നിന്ന് താഴേക്ക് എറിയുന്നതും താഴെ നിന്ന് മുകളിലേക്ക് എറിയുന്നതും മീറ്റ് ചെയ്യുന്ന സമയം ടി സെക്കൻഡ് കഴിഞ്ഞിട്ടാണെന്നാണ് നമ്മൾ എടുക്കുന്നത്. സോ താഴെ നിന്ന് മുകളിലേക്ക് 60 മൈനസ് എക്സ് എന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിനെടുത്ത സമയം ടി എന്നിരിക്കട്ടെ. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മുകളിൽ നിന്ന് താഴോട്ട് എറിയുമ്പോഴും താഴെ നിന്ന് മുകളിലോട്ട് എറിയുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? മുകളിൽ നിന്ന് നമ്മൾ 0 എന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പക്ഷേ താഴെ നിന്ന് നമ്മൾ ഫോഴ്സ് വെച്ച് എറിയുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ആക്സലറേഷൻ ശ്രദ്ധിച്ചേ, ആക്സലറേഷൻ ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. സോ എ വിൽ ബി മൈനസ് ജി. അഗെയിൻ നമ്മുടെ ബേസിക് ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ യു കൊടുത്താൽ മതി കേട്ടോ, ഈ സഫിക്സ് കൊടുക്കണമെന്നില്ല. സോ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് നമുക്കറിയാം 60 മൈനസ് എക്സ് ആണ്. യു ഇസ് 30 മീറ്റർ പെർ സെക്കൻഡ്, ടൈം ഇസ് ടി, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് മൈനസ് ജി. സോ ഇവിടെ മൈനസ് വരും, മൈനസ് ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ അഗെയിൻ നമുക്കതിനെ ഒരു ഇക്വേഷനായിട്ട് ഫോം ചെയ്യാം. 60 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 30 ടി മൈനസ് 4.905 ടി സ്ക്വയർ. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1ഉം കിട്ടി, 2ഉം കിട്ടി. അപ്പോൾ 2 ഇക്വേഷൻസ് ആൻഡ് 2 അൺനോൺസ് ആണ്, നമുക്കത് സോൾവ് ചെയ്തെടുക്കാം. സോ യു ക്യാൻ യൂസ് എനി മെത്തേഡ് ടു സോൾവ് ദ 2 ഇക്വേഷൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് ടി. സോ ഞാനിവിടെ ചെയ്തേക്കുന്നത് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. സോ എക്സ് പ്ലസ് 60 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 4.905 ടി സ്ക്വയർ പ്ലസ് 30 ടി മൈനസ് 4.905 ടി സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് നിന്ന് 4.905 ടി സ്ക്വയർ ക്യാൻസൽ ആവും, ഇവിടുന്ന് എക്സും ക്യാൻസൽ ആവും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് എന്ന് കിട്ടും. അതായത് മുകളിൽ നിന്ന് താഴോട്ട് എറിയുന്ന സമയം താഴെ നിന്ന് മുകളിലോട്ട് എറിയുന്ന സമയവും വെച്ച് നോക്കുമ്പോൾ എക്സാക്ട്ലി
2 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്, ഈ 2 സ്റ്റോണും മീറ്റ് ചെയ്യുന്നത്. ഇനി അത് എവിടെയാണ് മീറ്റ് ചെയ്യുന്നതെന്നും കൂടെ കണ്ടുപിടിക്കണം. അതാണ് എക്സ് വാല്യൂ. സോ എക്സ് ഇസ് ഈക്വൽ ടു 4.905 ടി സ്ക്വയർ എന്ന് ഇക്വേഷൻ നമ്പർ 1-ൽ നിന്ന് നമുക്ക് കിട്ടും. സോ ടി വാല്യൂ അവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ആസ് 19.62 meters. That is, the two stones will cross each other after 2 seconds at a distance of 19.62 meters from the top of the tower. ടവറിൻ്റെ ടോപ്പിൽ നിന്നാണ് എക്സ് മീറ്റർ നമ്മൾ അസ്യൂം ചെയ്തത്. സോ 19.62 meter ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ എത്തുമ്പോഴാണ് ഈ 2 സ്റ്റോണും ക്രോസ് ചെയ്യുന്നത്. Okay, so we will do the next question. A stone dropped into a well is heard to strike the water after 2 seconds. Find the depth of the well if velocity of sound is 340 meter per second. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ്റെ മീനിങ് ഈസി ആയിട്ട് മനസ്സിലാവും. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു കിണറിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ താഴേക്ക് വെള്ളത്തിലേക്ക് ഇട്ടു. അത് ആ വെള്ളത്തിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്തത് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. ആ സൗണ്ട് നമ്മൾ കേട്ടു. ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ദ വെൽ. അങ്ങനെയാണെങ്കിൽ ആ കിണറ്റിന് എന്തുമാത്രം ആഴമുണ്ട്. ഇഫ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇസ് 340 മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റി ഓഫ് സൗണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വെല്ലിൻ്റെ ആഴം എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നോക്കിക്കേ, ലെറ്റ് T1 ബി ദ ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് ദ ബോട്ടം ഓഫ് ദ വെൽ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ബോട്ടം ഓഫ് ദ വെൽ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ടോപ്പ് വരെയുള്ള ഡെപ്താണ് കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് താഴെ വരെയുള്ള ഡെപ്താണ്, അത്രയല്ല. ഈ വെള്ളത്തിൻ്റെ ടോപ്പ് വരെയുള്ള ഡെപ്താണ് എച്ച് എന്ന് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതും ആ എച്ച് ആണ്. സോ ലെറ്റ് T1 ബി ദ ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് ദ ബോട്ടം ഓഫ് ദ വെൽ. ലെറ്റ് T2 ബി ദ ടൈം ടേക്കൺ ബൈ ദ സൗണ്ട് ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ വെൽ. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതാണ് വെല്ലിൻ്റെ ടോപ്പ്. അവിടെ നിന്ന് നമ്മൾ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നു. അതിവിടെ വന്ന് ഹിറ്റ് ചെയ്യാനായിട്ട് T1 എന്ന സമയമെടുത്തു. അത് തിരിച്ച് മുകളിലെത്തി നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് T2 എന്ന സമയമെടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ആ സൗണ്ട് കേട്ടത് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. സോ T1 പ്ലസ് T2 ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ്. അതിൽ നിന്ന് നമുക്ക് എഴുതാം T2 ഇസ് ഈക്വൽ ടു 2 മൈനസ് T1 നമുക്ക് എഴുതാം. ഇനി ലെറ്റ് എച്ച് ബി ദ ഡെപ്ത് ഓഫ് ദ വെൽ. ഈ ടോപ്പ് തൊട്ട് ഈ വാട്ടറിൻ്റെ ടോപ്പ് വരെയുള്ള ഡെപ്ത് എച്ച് ആണെന്നിരിക്കട്ടെ. നിങ്ങളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തോണേ. സോ ലെറ്റ് എച്ച് ബി ദ ഡെപ്ത് ഓഫ് ദ വെൽ. അപ്പോൾ സ്റ്റോണിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് എച്ച്. എസ് ഇസ് ഈക്വൽ ടു എച്ച്. യു ഇസ് ഈക്വൽ ടു 0. കാരണം നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്റ്റോണിനെ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 0. എ ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആൻഡ് ടി ഇസ് ഈക്വൽ ടു T1. അപ്പോൾ നമ്മൾ ഈ സ്റ്റോൺ ഈ വെല്ലിൻ്റെ ടോപ്പിൽ നിന്ന് വെള്ളത്തിൻ്റെ ടോപ്പ് വരെ ട്രാവൽ ചെയ്യുന്ന കേസാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിൽ ബി എച്ച്. ഇനീഷ്യൽ വെലോസിറ്റി 0, എ ഈസ് ജി ആൻഡ് ടി ഇസ് ഈക്വൽ ടു T1. സോ എസ് ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. യു 0 കൊടുക്കുന്നു, എസിന് പകരം എച്ച് കൊടുക്കുന്നു. സോ എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു T1 സ്ക്വയർ, ഓർ എച്ച് ഇസ് ഈക്വൽ ടു 4.905 T1 സ്ക്വയർ. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ സൗണ്ടിൻ്റെ കേസ് എടുക്കുന്നു. സൗണ്ടിന് എന്താണ് സംഭവിച്ചത്, അത് അവിടെ ഹിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സൗണ്ട് കേട്ടു. ആ സൗണ്ട് എങ്ങനെയാണ് സൗണ്ട് നമ്മൾ കേൾക്കുന്നത്, ആ വെള്ളത്തിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ വെല്ലിൻ്റെ മുകളിൽ വരെ എത്തുമ്പോഴാണ് നമ്മളത് കേൾക്കുന്നത്. ഓക്കെ, സോ അത് ട്രാവൽ ചെയ്ത വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എച്ച് ആണ്. അത് അതിനെടുത്ത സമയം എന്ന് പറയുന്നത് 2 മൈനസ് T1 ആണ് അല്ലേ. സൗണ്ട് ടോട്ടൽ ടൈം 2 സെക്കൻഡ് ആയിരുന്നു. അതിൽ T1 എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് അത് ആ സ്റ്റോൺ താഴേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ സൗണ്ട് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 2 മൈനസ് T1. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ വെലോസിറ്റി ഈസ് 340 ആൻഡ് ഡിസ്റ്റൻസ് ഈസ് എച്ച്. ടൈം ഈസ് 2 മൈനസ് T1. 2 മൈനസ് T1 മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആ സ്റ്റോൺ വെല്ലിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് പതിച്ചിട്ട് അതങ്ങ് താഴേക്ക് പോവും. അവിടുന്നാണ് നമുക്ക് സൗണ്ട് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 2 പ്രോസസ്സിനും കൂടെ ചേർത്താണ് 2 സെക്കൻഡ് എടുത്തത്. ആ സ്റ്റോൺ വെല്ലിൻ്റെ മുകളിൽ ചെന്ന് ഹിറ്റ് ചെയ്യാൻ, വെള്ളത്തിൻ്റെ മുകളിൽ ഹിറ്റ് ചെയ്യാൻ എടുത്ത സമയം T1 ആണെങ്കിൽ സൗണ്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് 2 മൈനസ് T1 ആയിരിക്കും സമയം എടുക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എച്ച് ഇസ് ഈക്വൽ ടു 340 ഇൻറ്റു 2 മൈനസ് T1 എന്നൊരു ഇക്വേഷൻ കിട്ടും. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1-ൻ്റെയും ഇക്വേഷൻ നമ്പർ 2-ൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം തന്നെയാണ്, എച്ച് ആണ്.
So you can equate the two equations. 4.905 t1 square is equal to 340 into 2 minus t1. അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് t1-ലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. 4.905 t1 square plus 340 t1 minus 680 is equal to 0. അപ്പോൾ ഇതിനെ ഒന്ന് ഷോർട്ടൻ ചെയ്യാനായിട്ട് I am dividing this equation by 4.905. You will get the equation t1 square is equal to 69.32 t1 square plus 69.32 t1 minus 138.63 is equal to 0. ഇനി നമുക്കൊരു സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ഇതിനെ സോൾവ് ചെയ്യാം. t1 is equal to 1.945 seconds എന്ന് നമുക്ക് കിട്ടും. സോ t1ൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി 1.905 seconds, 945 second. Now you can substitute the value of t1 in this first equation to find the value of h. So h is equal to 4.905 t1 square ആണ്. So 4.905 into 1.945 square. So it is equal to 18.56 meters. അപ്പോൾ h എന്ന് പറയുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്ത depth of the well. You got the value as 18.56 meters. Coming to the next question. A train travels between two stopping stations 7 km apart in 14 minutes. Assuming motion is of uniform acceleration for one part of the journey and uniform retardation for the rest, find the maximum speed. എന്താണ് ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്? A train travels between two stopping stations 7 km apart. അപ്പോൾ 7 കിലോമീറ്റർ ദൂരെയുള്ള രണ്ട് സ്റ്റേഷൻ, അത് ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് സെക്കൻഡ് സ്റ്റേഷനിലേക്ക് ഒരു ട്രെയിൻ പോവുകയാണ്. അത് ടോട്ടൽ എടുത്ത ട്രാവൽ ടൈം 14 മിനിറ്റ്സ് ആണ്. അപ്പോൾ അത് യൂണിഫോം ആക്സിലറേഷനിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ട്രെയിൻ എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തു, അത് യൂണിഫോം ആക്സിലറേഷനിൽ മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്തു അല്ലേ, കുറച്ച് ദൂരം എത്തുമ്പോൾ. അതിനുശേഷം എന്ത് ചെയ്യണം? അത് റിട്ടാർഡ് ചെയ്യണം. എന്നാൽ മാത്രമല്ലേ അത് മറ്റേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം അത് റിട്ടാർഡ് ചെയ്യുന്നു. റിട്ടാർഡ് ചെയ്ത് വന്നാലേ അതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊരു യൂണിഫോം റിട്ടാർഡേഷൻ അതിന് സംഭവിക്കുന്നു. അതിനുശേഷം അത് റെസ്റ്റിലേക്ക് വരുന്നു അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിൻ അറ്റൈൻ ചെയ്ത മാക്സിമം സ്പീഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് വെലോസിറ്റി ടൈം ട്രയാങ്കിൾ വെച്ചിട്ടാണ് നമ്മളിത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ വെലോസിറ്റി ടൈം കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഓക്കെ, സോ ദിസ് ഇസ് എ ഗ്രാഫ് വിച്ച് കണക്ട്സ് വെലോസിറ്റി ആൻഡ് ടൈം. അപ്പോൾ ഇവിടെ നിന്നാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേഷൻ, ഇത് ലാസ്റ്റ് സ്റ്റേഷനിലെത്തുന്ന ഗ്രാഫാണ്. സോ ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് അത് യൂണിഫോം ആയിട്ട് ആക്സിലറേറ്റ് ചെയ്ത് അതിൻ്റെ മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു. അതിനുശേഷം അത് ഡീസിലറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിട്ടാർഡ് ചെയ്ത് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വെലോസിറ്റി ടൈം ട്രയാങ്കിൾ ഉണ്ട് എങ്കിൽ ആ ട്രെയിനിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഏരിയ എടുത്താൽ മതിയാവും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുത്താൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. വെലോസിറ്റി ടൈം ട്രയാങ്കിളിൻ്റെ ഏരിയ ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ദ ഏരിയ ഓഫ് ദ വെലോസിറ്റി ടൈം കർവ്. സോ ഇതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ഇതൊരു ട്രയാങ്കിളാണ്, അതുകൊണ്ട് തന്നെ ഏരിയ എടുത്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ആണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് ഇസ് ടി, അതെടുത്ത ടോട്ടൽ ടൈം ടി, അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി മാക്സ് അല്ലേ, ഇതാണ് മാക്സിമം വെലോസിറ്റി. സോ വി മാക്സ് ഇസ് ദ ഓൾട്ടിറ്റ്യൂഡ്. സോ ഹാഫ് ഇൻറ്റു വി മാക്സ് ഇൻറ്റു ടി ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇവിടുത്തെ ഡയമെൻഷൻ ഒന്ന് നോക്കിക്കേ. മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈം എന്ന് പറയുന്നത് സെക്കൻഡും ആണ്. അപ്പോൾ സെക്കൻഡും ക്യാൻസലായി നമുക്ക് മീറ്ററിൽ ഉള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡിസ്റ്റൻസ് നമുക്കറിയാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്റ്റേഷൻസ് എന്ന് പറയുന്നത് 7 കിലോമീറ്റർ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടൈം, ആ 7 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് ആ ട്രെയിൻ എടുത്ത സമയം 14 മിനിറ്റ്സ് ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ മിനിറ്റ്സിനെ നമുക്കൊന്ന് അവർ ആക്കാം. So 14 minutes will be equal to 14 by 60 hours.
കാരണം നമുക്കൊരു ട്രെയിനിൻ്റെ വെലോസിറ്റി ഒക്കെ പറയുമ്പോൾ കിലോമീറ്റർ പെർ അവറിൽ പറയുന്നതാണ് കറക്റ്റ്, അല്ല മീറ്റർ പെർ സെക്കൻഡിൽ പറയുന്നതിനെക്കാട്ടിൽ കിലോമീറ്റർ പെർ അവറിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്തത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എസിന് പകരം 7 കൊടുത്തു. ഹാഫ് ഇൻറ്റു വി മാക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് അങ്ങനെ തന്നെ ഇട്ടു. ടൈം എടുത്തേക്കുന്നത് 14/60 അവേഴ്സ് ആണ്. സോ 14/60. അപ്പോൾ ഇതിൽ വി മാക്സ് മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. സോ വി മാക്സ് ഇസ് ഈക്വൽ ടു 60 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെലോസിറ്റി ടൈം ട്രയാങ്കിൾ ഗ്രാഫ് വരച്ചത്. അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വെലോസിറ്റിയെയും ടൈമിനെയും കണക്ട് ചെയ്യുന്ന ഗ്രാഫിനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ആ ഗ്രാഫ് വരച്ചതിന് ശേഷം അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തത്. ഈ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. Displacement is equal to half into base into altitude. അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ you'll get the value of the maximum velocity as 60 km/h.